ഷെമിവാസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുഎഇയിൽ അനുദിനം ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ മെയ് 24 രേഖപ്പെടുത്തിയിരിക്കുന്ന രാവിലെ 11:30 രേഖപ്പെടുത്തിയിരിക്കുന്ന ചൂട് 48 ഡിഗ്രി ആയിരുന്നു. ഇത്തരം അതികഠിനമായ ചൂടിൽ പണിയെടുക്കുന്ന ലേബേഴ്സിന്, പ്രത്യേകിച്ചിട്ട് വെളിയിൽ പണിയെടുക്കുന്ന ലേബേഴ്സിനും ഡെലിവറി നടത്തുന്ന ബൈക്കിലും മറ്റും ഡെലിവറി നടത്തുന്ന ഡെലിവറി ബോയ്സിനൊക്കെ പല ശാരീരിക പ്രശ്നങ്ങൾക്കും വഴിവെക്കാറുണ്ട്. സോ ഇത്തരം ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളെ കുറിച്ചും അവയെ എങ്ങനെ നേരത്തെ കണ്ടെത്താം, അല്ലെങ്കിൽ അവ എങ്ങനെ ചികിത്സിക്കാം, അവ വരാതിരിക്കാനുള്ള എന്തൊക്കെ പ്രതിരോധ നടപടികൾ നമുക്ക് സ്വീകരിക്കാം എന്നതിനെ കുറിച്ചൊക്കെ വേഡ് ആഡംസിലെ ലേബേഴ്സിന് ഞാൻ നടത്തുന്ന ഒരു ബോധവൽക്കരണ ക്ലാസ്സിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ ഈ ബോധവൽക്കരണ ക്ലാസ് നടക്കുന്നത് ദുബായ് അറേബ്യൻ റാഞ്ചസിലുള്ള വേഡ് ആഡംസിന്റെ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിലാണ്. എന്റെ കൊളീഗ് നിയാസും ബന്ധുമിത്രയും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. യുഎഇയിലെ മുൻനിര കൺസ്ട്രക്ഷൻ കമ്പനികളായ വേഡ് ആഡംസ്, ദുബൈ പ്രീകാസ്റ്റ് തുടങ്ങിയ നിരവധി കമ്പനികൾ സമ്മർ സമയങ്ങളിൽ അവരുടെ തൊഴിലാളികൾക്ക് സംഭവിക്കാവുന്ന ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം തടയുവാനായി ഉപയോഗിക്കുന്നത് ഗുണത്തിലും രുചിയിലും ഏറെ മുന്നിട്ട് നിൽക്കുന്ന ORS ബ്രാൻഡായ ഞങ്ങളുടെ എക്സ്ട്രാ ലൈറ്റ് ആണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇത്തരം കസ്റ്റമേഴ്സിന് ചൂടിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെ കുറിച്ച് ബീറ്റ് ദ ഹീറ്റ് എന്ന സ്ലോഗനോട് കൂടി സൗജന്യമായി ക്ലാസുകൾ വർഷം തോറും സംഘടിപ്പിച്ചു പോരുന്നു. അത്തരം ക്ലാസുകൾ നൽകുന്നുണ്ടെന്ന് ട്രെയിനർ ആയ എന്റെ ഒപ്പോട് കൂടിയുള്ള രേഖകൾ നൽകിക്കൊണ്ട് അവർ ഗവൺമെന്റിന് ഉറപ്പു നൽകേണ്ടതുമാണ്. ഈ കാണുന്ന റെസ്റ്റ് ഏരിയയിൽ വെച്ചാണ് ക്ലാസുകൾ നടത്തേണ്ടത്. അകത്ത് പ്രവേശിക്കുമ്പോഴേക്കും വർക്കേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. നിയാസും ബന്ധുമിത്രയും പിന്നെ അവരുടെ കുറച്ച് സ്റ്റാഫുകളും കൂടി എക്സ്ട്രാ ലൈറ്റിന്റെ റോളപ്പ് സ്റ്റാൻഡുകൾ ഫിറ്റ് ചെയ്യുന്നു. എക്സ്ട്രാ ലൈറ്റിന്റെ തന്നെ കുറച്ച് പോസ്റ്റേഴ്സ് ഒക്കെ പിടിച്ച് വേറെയും കുറച്ചു പേര് നിൽപ്പുണ്ടായിരുന്നു. 1 മിനിറ്റുള്ള വീഡിയോയോടുകൂടി തുടക്കമായി. Extra Light saved my life. Extra Light, energize your day, hydrate your way. അവിടെ പ്രധാനമായും ഹിന്ദിയിൽ നടത്തിയ ക്ലാസുകളിലെ ചില പ്രസക്ത ഭാഗങ്ങളുടെ മലയാളം ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനുഷ്യ ശരീരത്തിലെ സാധാരണ ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആകുന്നു. നാം ഉയർന്ന ചൂടിൽ പണിയെടുക്കുമ്പോൾ നമ്മുടെ ശരീര ഊഷ്മാവ് ക്രമാതീതമായി വർദ്ധിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുവാൻ വേണ്ടി ബോഡി വിയർപ്പിനെ സ്കിന്നിലുള്ള സുഷിരങ്ങളിൽ കൂടി പുറത്തേക്ക് പുറപ്പെടുവിപ്പിക്കുന്നു. ഈ വിയർപ്പിൽ പ്രധാനമായും വാട്ടർ ആണ് ഉള്ളതെങ്കിലും അതുകൂടാതെ വ്യത്യസ്ത തരത്തിലുള്ള ഇലക്ട്രോലൈറ്റുകൾ ആയ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം, കാൽസ്യം, മാഗ്നീഷ്യം എന്നിവയും ഉൾപ്പെടുന്നു. ഈ ഇലക്ട്രോലൈറ്റുകൾ ഒരാളുടെ ശരീരത്തിൽ നിരവധി ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ജലത്തിന്റെ അളവ് സന്തുലിതമാക്കുക, ശരീരത്തിന്റെ ആസിഡ് ബേസ് ലെവൽ സന്തുലിതമാക്കുക, പോഷകങ്ങൾ ശരീരകോശങ്ങളിലേക്ക് മാറ്റുക, കോശങ്ങളിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, ഹൃദയമിടിപ്പ് സ്ഥിരമായി നിലനിർത്തുക, എല്ലുകളും പല്ലുകളും ആരോഗ്യകരമായി നിലനിർത്തുക എന്നിങ്ങനെ പോകുന്നു. ധാരാളമായി നാം വിയർക്കുന്നതിനോടൊപ്പം ഇത്തരം ഇലക്ട്രോലൈറ്റുകൾ നഷ്ടപ്പെടുകയും ശരീരത്തിലെ ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കാതെയും വരുന്നു. അതുകൊണ്ട് ധാരാളമായി വെള്ളം കുടിക്കുന്നതിനോടൊപ്പം തന്നെ ഇലക്ട്രോലൈറ്റുകൾ തിരിച്ച് നമ്മുടെ ശരീരത്തിന് നൽകുവാൻ ഇടവേളകളിൽ ORS കുടിക്കേണ്ടതും അനിവാര്യമാണ്. ഇനി വ്യത്യസ്ത തരത്തിലുള്ള ഹീറ്റ് റിലേറ്റഡ് ഇൽനസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹീറ്റ് റാഷ്, ഹീറ്റ് ക്രാംപ്സ്, ഹീറ്റ് സിങ്കോപ്പ്, ഹീറ്റ് എക്സോഷൻ, ഹീറ്റ് സ്ട്രോക്ക് എന്നിങ്ങനെ പോകുന്നു. ഇവിടെ ഇടതുവശത്തുള്ള ഡയഗ്രാം നോക്കിയാൽ ചൂടിന്റെ സിവിയറിറ്റി കാണാം. ലെസ് സിവിയറിൽ ഹീറ്റ് റാഷ്, ഹീറ്റ് ക്രാംപ്സ് തുടങ്ങി മോർ സിവിയറിൽ എത്തുമ്പോൾ കൂടുതൽ അപകടകരമായ ഹീറ്റ് എക്സോഷൻ, ഹീറ്റ് സ്ട്രോക്ക് എന്നിവയിലേക്ക് നീങ്ങുന്നതായും കാണാം. ഈ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഹീറ്റ് റാഷ്. ഹീറ്റ് റാഷ്, വിയർപ്പ് റാഷ് അല്ലെങ്കിൽ പ്രിക്ലി ഹീറ്റ് എന്നറിയപ്പെടുന്ന ഇത് വിയർപ്പ് ഗ്രന്ഥികളുടെ സുഷിരങ്ങൾ ബ്ലോക്ക് ആകുന്നത് മൂലം ചർമ്മത്തിനടിയിൽ വിയർപ്പ് കുടുങ്ങിക്കിടക്കുന്നു. തൽഫലമായി ഉണ്ടാകുന്ന ചെറിയ ചൊറിച്ചിലോടുകൂടി പ്രത്യക്ഷപ്പെടുന്ന ഒരു ചർമ്മരോഗമാണ് ഹീറ്റ് റാഷ്. അത്ര ഭീകരമായ അവസ്ഥ അല്ലെങ്കിലും അധികം ഇച്ചിങ് ഉണ്ടാകുന്നതാണ്. ഹീറ്റ് ക്രാംപ്സ്. വിയർപ്പിലൂടെ വലിയ അളവിൽ ഉപ്പും വെള്ളവും നഷ്ടപ്പെടുന്നത് മൂലമാണ് ഇത്തരം മസിൽ ക്രാംസുകൾ ഉണ്ടാകുന്നത്. ഹീറ്റ് സിങ്കോപ്പ്. ചൂടുള്ള അന്തരീക്ഷത്തിൽ തലച്ചോറിലേക്ക് ആവശ്യത്തിന് രക്തപ്രവാഹം ലഭിക്കാതെ വരികയും അതുവഴി ബോധം നഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഹീറ്റ് സിങ്കോപ്പ് ഉണ്ടാകുന്നത്. എക്സോസ്റ്റ്. ശരീരം അമിതമായി ചൂടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഹീറ്റ് എക്സോസ്റ്റ്. ഹീറ്റ് സ്ട്രോക്ക്. സൂര്യാഘാതം എന്നും അറിയപ്പെടുന്ന ഹീറ്റ് സ്ട്രോക്ക് ശരീര താപനില 40 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാകുന്നതിനും ചർമ്മത്തിന് ചുവപ്പ് നിറം, തലവേദന, തലകറക്കം, ആശയക്കുഴപ്പം എന്നിവയ്ക്കും കാരണമാകുന്ന ഒരു കഠിനമായ ഹീറ്റ് ഇൽനസ് ആണ് ഹീറ്റ് സ്ട്രോക്ക്. ഹീറ്റ് റിലേറ്റഡ് ഇൽനസ് എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം. ശരീരം പലതരത്തിലുള്ള വാർണിംഗ് സൈൻസ് കാണിച്ചു തരും. പതിവിലും വിപരീതമായിട്ടുള്ള ഒരു ക്ഷീണം, തലവേദന, കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കുക, കൺഫ്യൂഷൻ, പെട്ടെന്ന് ദേഷ്യം വരിക, ഇതൊക്കെയാണ് പ്രാരംഭഘട്ട ലക്ഷണങ്ങൾ. നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ കോർഡിനേഷൻ കുറയുന്നതിനും ക്ലംസിനെസ് കൂടുന്നതിനും കാരണമാകും.
നിർജ്ജലീകരണം തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും അത് ഏതെങ്കിലും വസ്തുവിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ചില മൂവ്മെന്റുകൾ കൃത്യമായി നിർവഹിക്കുവാനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എന്തിനോടെങ്കിലും പ്രതികരിക്കുവാനുള്ള ശേഷി സ്ലോ ആകുകയും ചെയ്യും. ഒരു ഗ്ലാസ് ഒക്കെ എടുത്തു പോകുമ്പോൾ പല സ്ഥലങ്ങളിൽ തട്ടിപ്പൊട്ടാനൊക്കെ സാധ്യത കൂടുതൽ ആണ്. സംസാരത്തിലുണ്ടാകുന്ന വ്യക്തത കുറവ്, അമിതമായ ദാഹം, കൂടുതലായി വിയർക്കുക, ശരീരത്തിൽ ഡ്രൈനസ്, ചുവപ്പ് കളറോട് കൂടി പാടുകൾ വരിക, ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നതോടൊപ്പം ഛർദ്ദിക്കുക, നമ്മുടെ ബ്രീത്തിങ് ഒന്നുകിൽ വളരെ പെട്ടെന്നാകുക, അല്ലെങ്കിൽ ശ്വാസമെടുക്കുവാൻ ബുദ്ധിമുട്ട് തോന്നുക, കാഴ്ച മങ്ങുന്നത് പോലെ, തലകറക്കം, അബോധാവസ്ഥയിലേക്ക് നീങ്ങുക എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ സ്വയമോ അല്ലെങ്കിൽ കൂടെയുള്ളവരിലോ കാണുന്നുണ്ടോ എന്ന് നിരന്തരം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതെങ്കിലും ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി എന്താണ് ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് സൂപ്പർവൈസർ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ടീമിനെ വിവരം അറിയിക്കുക. ആവശ്യത്തിന് വായുസഞ്ചാരമുള്ള ഷെയ്ഡഡ് ഏരിയയിലേക്ക് മാറുക. ധരിച്ചിരിക്കുന്ന കവറോൾ അല്ലെങ്കിൽ അവരുടെ ഡ്രസ് ലൂസ് ചെയ്യുക. പറ്റുമെങ്കിൽ അത് റിമൂവ് ചെയ്യുക. ശരീര ഊഷ്മാവ് കുറയ്ക്കുന്നതിനായി വൃത്തിയുള്ള കോട്ടൺ തുണി നനച്ചു കൊടുക്കുക. ബോധം നഷ്ടപ്പെട്ടിട്ട വ്യക്തിയാണെങ്കിൽ തറയിൽ കിടത്തിയതിനു ശേഷം 2 കാലുകളും മുകളിലേക്ക് ഉയർത്തുക. കൂടുതൽ സമയം ചൂട് നിൽക്കുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം താൽക്കാലികമായി കുറയുന്നു. ബോധരഹിതനായ ഒരാളുടെ കാലുകൾ ഉയർത്തുന്നത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നു. തലച്ചോറിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുന്നു. ആൾ ബോധവാനാണെങ്കിൽ സിപ്പായി വെള്ളം നൽകുക. സിംപ്റ്റംസ് ഒന്നും ഇംപ്രൂവ് ആകുന്നില്ല എങ്കിൽ ഉടനെ മെഡിക്കൽ സഹായം തേടേണ്ടതാണ്. ഈ ബീറ്റ് ദ ഹീറ്റ് യൂറിൻ കളർ ചാർട്ട് നോക്കി ഒരു വ്യക്തി എത്ര ഹൈഡ്രേറ്റഡ് ആണ് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തേതുപോലെ ചെറിയൊരു യെല്ലോ കളർ ആണെങ്കിൽ വെൽ ഹൈഡ്രേറ്റഡ് ആണെന്ന് പറയാം. കട്ടിയുള്ള ഓറഞ്ച് കളർ കൂടി വരുന്നത് ഹൈഡ്രേഷന്റെ തീവ്രത വർദ്ധിക്കുന്നതുമാണ്. ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കുവാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്ന് നോക്കാം. നമ്മുടെ ഭക്ഷണങ്ങളുടെ കൂടെ ധാരാളമായി പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക. വാട്ടർമെലോൺ, മാങ്ങ, ഓറഞ്ച് പോലത്തെ പഴങ്ങളും കക്കിരി, തക്കാളി, എഗ് പ്ലാന്റ് തുടങ്ങി പച്ചക്കറികളും സമ്മറിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. നന്നായി വറുത്തെടുത്തതും ഓയിൽ ധാരാളമായി അടങ്ങിയതുമായവ ഒഴിവാക്കുക. ചായ, കാപ്പി, കോള ഐറ്റംസ് എന്നിവയൊക്കെ ഒഴിവാക്കുന്നതും നല്ലതാണ്. നന്നായി വിശ്രമിക്കുക. ഉറക്കക്കുറവ് വിയർപ്പിന്റെ നിരക്ക് കുറയ്ക്കുന്നതാണ്. ഇത് ശരീരത്തെ ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ളതാക്കുന്നു. കാരണം വിയർക്കുകയാണെങ്കിൽ മാത്രമേ ഉയർന്ന ഊഷ്മാവിലുള്ള ശരീരത്തെ നോർമൽ ആക്കുകയുള്ളൂ. പൊതുവെ പറഞ്ഞാൽ മതിയായ വിശ്രമവും ഉറക്കവും ലഭിക്കുന്നത് ജോലി ഷിഫ്റ്റുകളിൽ ശരീരത്തിന് ചൂടേറ്റുള്ള എക്സ്പോഷറിൽ നിന്നും കരകയറ്റാൻ സഹായിക്കുന്നു. കട്ടി കുറഞ്ഞതും അധികം ടൈറ്റ് അല്ലാത്തതുമായ വസ്ത്രങ്ങൾ ധരിക്കുക. വായുസഞ്ചാരം ശരീരത്തിൽ നിന്നും താപം അകറ്റാൻ സഹായിക്കും. തൊഴിലാളികൾ ജോലി സമയത്ത് തണുത്തതോ തണലുള്ളതോ ആയ സ്ഥലങ്ങളിൽ ഇടയ്ക്കിടെ ചെറിയ വിശ്രമവേളകൾ എടുക്കണം. ഗ്രൂപ്പായി അല്ലെങ്കിൽ ജോഡികളായി വർക്ക് ചെയ്യുക. ജോഡികളായി ജോലി ചെയ്യുന്നത് ചൂടുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ ലക്ഷണങ്ങൾ തിരിച്ചറിയുവാനും ഉടനെ നടപടിയെടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും സഹായിക്കുന്നു. സൂപ്പർവൈസേഴ്സിനും ഒരു പ്രത്യേക സെക്ഷൻ ഉണ്ടായിരുന്നു. അത് തൽക്കാലം ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല. 1 മണിക്കൂറിൽ ഏറെ ഉണ്ടായിരുന്ന ക്ലാസ് സജീവമായിരുന്നു. എല്ലാവരുടെയും വലിയ ഒരു കൈയടിയോടുകൂടിയായിരുന്നു സമാപിച്ചിരുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. അതുവരേക്കും ഗുഡ് ബൈ.